സമസ്തയെ ഒരു ആശയമായി ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കുകയും കേരളത്തിനും ഇതര സംസ്ഥാനങ്ങൾക്കുമിടയിൽ സാമൂഹികമായ ചേർന്നുനിൽപ്പിന്റെ പുതിയ അധ്യായങ്ങൾ സൃഷ്ടിക്കുകയുമാണ് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ ലക്ഷ്യമിടുന്നതെന്ന് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മലപ്പുറത്ത് നടന്ന പണ്ഡിത പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ അരക്ഷിതമാകാതെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകാൻ മുസ്ലിം ന്യൂനപക്ഷത്തിന് നേതൃപരമായ വഴി കാണിക്കുകയാണ് സമസ്തക്ക് ഇക്കാലത്ത് നിർവഹിക്കാനുള്ള സവിശേഷമായ ധർമ്മങ്ങളിലൊന്ന്. അത് തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെ പ്രസ്ഥാനം നിർവഹിക്കും. നൂറ്റാണ്ട് പൂർത്തിയാകുന്ന സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ കേരളത്തിന് പുറത്തേക്ക് വ്യാപിച്ചിട്ടുണ്ട്. മുസ്ലിംകൾ ഉൾപ്പെടെ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും അവശതയനുഭവിക്കുന്ന സമൂഹങ്ങളെയും സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നതാണ് സമസ്ത 100ാം വാർഷികത്തിന്റെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന പ്രധാന പദ്ധതി. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള കർമ്മ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വിദ്യാഭ്യാസ മേഖലയിലെ പരിതാപകരമായ പിന്നാക്കാവസ്ഥ പരിഹരിച്ച് മാത്രമേ മുസ്ലിം ന്യൂനപക്ഷത്തെ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഇതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ജമാഅത്ത് ഘടകങ്ങൾ, മുസ്ലിം എഡ്യൂക്കേഷണൽ ബോർഡ്, SSF ഇന്ത്യ എന്നീ സംഘടനകളെയും സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കും. രാഷ്ട്രീയ നിരക്ഷരതയും സാമൂഹിക പിന്നാക്കാവസ്ഥയും വിദ്യാഭ്യാസത്തിന്റെ അഭാവവും ഭരണകൂടങ്ങളുടെ തെറ്റായ അടിച്ചമർത്തൽ നയങ്ങളും ചേർന്ന് കൂടുതൽ അരക്ഷിതവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന് പുറത്തുള്ള സമൂഹത്തെ കേരളത്തിലേതിന് സമാനമായ സാമൂഹിക വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന വിശാലമായ ലക്ഷ്യം സമസ്തക്കുണ്ട്. പുതിയ കാലത്തോട് സംവദിക്കാൻ ശേഷിയും പുതിയ സങ്കേതങ്ങളെ ഉപയോഗിക്കാൻ വൈദഗ്ധ്യവുമുള്ള 1000 പുതിയ പ്രബോധകരെ അടിയന്തര സ്വഭാവത്തോടെ സമൂഹത്തിന് സമർപ്പിക്കും. കേരളത്തിലെ മുസ്ലിം സാമൂഹിക ജീവിതത്തിൽ മഹല്ലുകൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. വിശ്വാസികളുടെ ജീവിതവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സംഘടനാ സംവിധാനം കൂടിയാണ് മഹല്ല് കമ്മിറ്റികൾ. മുസ്ലിം ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ പ്രവർത്തന മേഖല എന്നിരിക്കലും സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ജനങ്ങളുമായി സഹവർത്തിത്വത്തിന്റെ അന്തരീക്ഷം രൂപപ്പെടുത്താൻ മഹല്ലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയ കാല രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ സൃഷ്ടിപരമായി സംബോധന ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്ക് മഹല്ല് സംവിധാനങ്ങളെ ശാക്തീകരിക്കുക സമസ്തയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ ഇടപെടാൻ കഴിയുന്ന വിധത്തിലേക്ക് കേരളത്തിലെ മഹല്ല് സംവിധാനത്തെ ശാക്തീകരിക്കാൻ സമസ്ത പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുള്ള ഈ പ്രവർത്തനങ്ങൾ പ്രാദേശികമായി വലിയ സാമൂഹിക വിപ്ലവം സാധ്യമാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാന ന്യൂനപക്ഷ സമുദായമായ മുസ്ലിംകൾ ദേശീയ തലത്തിൽ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം പ്രാപ്തരായ നേതൃത്വത്തിന്റെ അഭാവമാണ്. പണ്ഡിതന്മാരാൽ നയിക്കപ്പെടുന്നവരാണ് ലോകത്തെങ്ങുമുള്ള മുസ്ലിംകൾ. എല്ലാ കാലത്തും അത് അങ്ങനെയാണ്. ദേശീയ തലത്തിൽ ഇങ്ങനെയൊരു നേതൃത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരെ ചേർത്ത് പിടിച്ച് മതിയായ പരിശീലനവും ജീവിത സാഹചര്യങ്ങളും സമസ്തയുടെ മുൻകൈയിൽ ഒരുക്കിക്കൊടുക്കും. ഗ്രാമീണ മേഖലയുടെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക സാഹചര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ ആവശ്യമാണ്. കൃഷിയിലും തൊഴിലിലും ഉൾപ്പെടെ സ്വയം പര്യാപ്തമായ 5000 മാതൃകാ ഗ്രാമങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് വലിയ കുതിപ്പ് സാധ്യമാക്കുക സമസ്തയുടെ 100ാം വാർഷിക പദ്ധതികളിൽ പ്രധാനമാണ്. അഖിലേന്ത്യാ സുന്നി ജമഇയ്യത്തുൽ ഉലമ ഡൽഹി കേന്ദ്രീകരിച്ചാണ് ദേശീയതല പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, ബാംഗ്ലൂരു എന്നിവിടങ്ങളിൽ സോണൽ ഹബ്ബുകൾ സ്ഥാപിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് വേഗം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.